എയിംസ് തൃശൂരിൽ വേണോ ആലപ്പുഴയിൽ വേണോ എന്നതായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും BJP നേതാക്കളുടെയും പ്രധാന തർക്ക വിഷയം. സംസ്ഥാനത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യം ഇത്തവണ പരിഗണിക്കപ്പെടുമെന്ന് പരക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ പതിവ് പോലെ ഇത്തവണയും നിരാശ മാത്രം. എയിംസ് മാതൃകയിൽ വരാനിരിക്കുന്ന 3 ആയുർവേദ ആശുപത്രികളുടെ പ്രഖ്യാപനത്തിലും കേരളത്തെ പരാമർശിച്ചിട്ടില്ല. I propose to 1. Set up 3 new All India Institutes of Ayurveda. 2. Upgrade Ayush pharmacies and drug testing labs for higher standards of certification ecosystem and make available more skilled personnel. നോബൽ മാരിക്കാരനും VS രഞ്ജിത്തുമാണ് ചേരുന്നത്. ആദ്യം നോബൽ മാരിക്കാരനിലേക്ക്. നോബൽ, എയിംസ് എന്ന് കുറേ കാലമായി പറയുന്നു, ആഗ്രഹിക്കുന്നു, ഇത്തവണയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ, അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല അല്ലേ? റോഷ്നി, കടുത്ത നിരാശയാണ് ഈ എയിംസിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം എക്കാലവും വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യമാണ് ഒരു എയിംസ് കേരളത്തിൽ വേണം എന്നുള്ളത്. അത് കോഴിക്കോടോ തിരുവനന്തപുരത്തോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒരു എയിംസ് വരണം എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആഗ്രഹം. ഇതിൽ പല ഘട്ടങ്ങളിൽ നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ BJP നേതാക്കൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല സ്ഥലങ്ങൾ ഇതിനുവേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ട്. എന്താണെങ്കിലും കലഹിക്കാൻ ഇനിയും BJP നേതാക്കൾക്ക് സമയമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ്. കാരണം ഈ ബജറ്റിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം ധനമന്ത്രി എന്താണെങ്കിലും കേരളത്തിന് വേണ്ടി നടത്തിയില്ല. അത് വലിയ അവഗണന തന്നെയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. അതുമാത്രമല്ല, ആയുർവേദവുമായി ബന്ധപ്പെട്ടവർ പറയുകയാണെങ്കിലും കേരളത്തിന് വലിയ പാരമ്പര്യമുണ്ട്. സ്വാഭാവികമായും ആയുർവേദവുമായി ബന്ധപ്പെട്ട എയിംസ് അടക്കം പ്രഖ്യാപനത്തിലേക്ക് വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പരാമർശവും കേരളത്തിൽ ഉണ്ടായില്ല എന്ന് തികച്ചും നിരാശയാണ്. എന്താണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്നതിൽ നമ്മൾ പ്രതീക്ഷിച്ചത് എയിംസ് തന്നെയായിരുന്നു. എയിംസും ഒപ്പം അതിവേഗ റെയിലുമായിരുന്നു. അതിവേഗ റെയിലിന്റെ അതേ പാതയിൽ തന്നെ എയിംസും എത്തി എന്നതാണ് ഏറ്റവും ദുഃഖമുള്ള കാര്യം. എന്താണെങ്കിലും വലിയ വിമർശനമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുള്ള MP-മാർ അടക്കം ഉന്നയിക്കുകയും ചെയ്തത്. കാരണം ഇത്ര പ്രധാനപ്പെട്ട കേരളം വർഷങ്ങളായി ആവശ്യപ്പെടുന്ന സ്ഥലം അടക്കം കോഴിക്കോട് ഏറെക്കുറെ എടുത്തു കൊടുക്കാൻ സർക്കാർ തയ്യാറായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ച പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി മുതൽ സംസ്ഥാനത്തെ ധനമന്ത്രി, കേരളത്തിന്റെ പ്രത്യേക ദില്ലിയിലെ പ്രതിനിധി KV തോമസ് അടക്കം ആരൊക്കെയാണോ ഇതുവരെ ആവശ്യം ഉന്നയിക്കാത്തതെന്ന് നമുക്കറിയില്ല. അതായത് എല്ലാവരും ആവശ്യവുമായി ചെന്നിട്ട് പോലും ധനമന്ത്രിക്ക് എന്താണെങ്കിലും കേരളത്തിന്റെ എയിംസ് പ്രഖ്യാപിക്കാൻ ഈ അവസരത്തിലും കഴിഞ്ഞില്ല എന്ന് സംസ്ഥാനത്തുള്ള കടുത്ത അവഗണനയായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിൽ കേരളത്തിന് ഏറെ പുരോഗതി കൊണ്ടുവരാൻ ഒരുപക്ഷെ ഇപ്പോഴത്തെ രാജ്യത്തെ ഏറ്റവും പുരോഗതിയുള്ള സംസ്ഥാനം കേരളമാണ്. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ എയിംസ് സഹായകരമാകും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാസർഗോഡോ അല്ലെങ്കിൽ കോഴിക്കോട് മേഖലയിലേക്ക് എയിംസ് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അത് ഏറെ ഗുണകരമാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അത്തരത്തിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന പദ്ധതി എയിംസ് എന്ന ആഗ്രഹം ഇത്തവണയും എന്താണെങ്കിലും ഈ കേന്ദ്ര ബജറ്റിലും അതിന് തീർച്ചയായും അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ വലിയ അവഗണന എയിംസിന്റെ കാര്യത്തിൽ കേന്ദ്ര ധനമന്ത്രി കാണിച്ചു, നിർമ്മലാ സീതാരാമൻ കാണിച്ചു എന്താണ് യാഥാർത്ഥ്യം. റോഷ്നി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി VS രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അത് കോഴിക്കോട് കിനാലൂരിൽ കുറച്ച് സ്ഥലമൊക്കെ എടുത്തുകൊണ്ട് തന്നെ ആഗ്രഹിച്ചു. ഇപ്പുറത്തെ BJP നേതാക്കൾ ഇതിനൊരു തർക്ക വിഷയം തന്നെ ഉണ്ടായി. തൃശ്ശൂര്, ആലപ്പുഴ, ഇങ്ങനെ ജില്ലകളുടെ പേര് മാറി മാറി കേട്ടു. ഓക്കെ, എവിടെയെങ്കിലും എയിംസ് അല്ലേ, അത് വരട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ വന്നില്ല. അത്രത്തോളം അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളൊക്കെ നമ്മൾ ഓർക്കുകയാണ്. റോഷ്നി, ഇന്ത്യയിലാകെ 26 എയിംസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 19 എയിംസും ഫങ്ഷണൽ ആയിട്ടുള്ള എയിംസുകളാണ്. ബാക്കി അതിൻ്റെ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എയിംസ് ഇല്ലാത്ത കേരളത്തിന് ഒരു എയിംസ് എന്നുള്ളത് ന്യായമായ ആവശ്യമാണ്. ഈ ആവശ്യം ഏറെക്കാലമായി ഉള്ളതാണ്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം പ്രത്യേകിച്ച് BJP എയിംസ് കൊണ്ടുവരും എന്നുള്ളത് അവരുടെ ഒരു പ്രചാരണ ആയുധമാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന മട്ടിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുകയും ഞങ്ങൾ എയിംസ് കൊണ്ടുവരും എന്ന് അവർ പറയുകയും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും BJPയുടെ നേതാക്കന്മാരും ഒക്കെ അത് എവിടെ വേണം എന്ന കാര്യത്തിൽ തർക്കം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ വെറും കാഴ്ചക്കാരായി സംസ്ഥാന സർക്കാരും UDF ഒക്കെ നിൽക്കുമ്പോൾ ഗോളടിക്കാനുള്ളൊരു അവസരമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. BJP വിരുദ്ധ പ്രചരണത്തിനുള്ള ഒരു ആയുധമായി എയിംസ് മാറി. കാരണം കേരളത്തിന് അർഹമായി കിട്ടേണ്ട എയിംസ് അത് കേന്ദ്ര സർക്കാർ കൊടുത്തില്ല. അത് കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി UDFനും LDFനും ഉയർത്തിക്കാണിക്കാനുള്ളൊരു അവസരമായി ഈ ബജറ്റോടുകൂടി മാറുകയാണ്. എയിംസ് എന്ന് പറയുന്നത് BJP വിരുദ്ധ, കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രചരണത്തിന്റെ ഒരു ആയുധമായി കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കേരളത്തെ അവഗണിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറും.
കോഴിക്കോട്ടോ ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ എയിംസ് എന്ന കാര്യത്തിൽ BJP ഇനിയും തർക്കിക്കുമോ, അതോ എയിംസ് കൊണ്ടുവരാത്ത കേന്ദ്ര സർക്കാരിനെ കുറിച്ച് UDF-ഉം LDF-ഉം ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഏതു തരത്തിൽ മറുപടി പറയും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ആയുർവേദ എയിംസ് എന്ന് പറയുന്ന BJP കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആ 3 എണ്ണത്തിൽ ഒരെണ്ണം കേരളത്തിന് കിട്ടിയാലും അതും ഒരു തരത്തിൽ തിരിച്ചടിയാണ്. കാരണം കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അലോപ്പതി എയിംസ് തന്നെയാണ്. ആ എയിംസിന് പകരം ഒരു ആയുർവേദ എയിംസ് കിട്ടിയാലും എങ്ങനെയാണോ അലോപ്പതി എയിംസ് കൊണ്ടുണ്ടാവുന്ന പൂർണ്ണമായ ഒരു ഗുണം അത് കിട്ടുകയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എയിംസിന്റെ കാര്യത്തിലും കേരളത്തിനെ നൈസായി ഒഴിവാക്കുകയാണ് ചെയ്തത്.